ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ. 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് കഴിഞ്ഞ മൺസൂൺ സെഷനിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ സർക്കാർ മുന്നോട്ട് വെച്ചൊരു ബില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തിട്ടുള്ളവർ, പത്രം വായിച്ചിട്ടുള്ളവര് ഏറ്റവും കത്തി നിന്നിരുന്ന ഒരു വിഷയവുമായിരുന്നു അന്ന് ഈ 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല്? അതായത് നമ്മളുടെ പാർലമെന്റിലെ മിനിസ്റ്റേഴ്സിനും, പ്രൈം മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മിനിസ്റ്റേഴ്സിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഉള്ള ഒരു അധികാരം, അതായത് അവര് 30 ദിവസത്തിൽ കൂടുതൽ അറസ്റ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ്, then ചീഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റേഴ്സിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, then ഡൽഹി ക്യാപിറ്റൽ റീജിയനുമായി ബന്ധപ്പെട്ട അവിടത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും. ഓക്കെ, നോർമലി നമ്മളുടെ മിനിസ്റ്റർമാരെല്ലാവരും അറസ്റ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, 30 ദിവസത്തിലധികം അറസ്റ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിനിസ്റ്റർഷിപ്പ് ഓട്ടോമാറ്റിക്കലി കട്ടാവും. ആ ഒരു നിയമസാധു നൽകുന്ന ബില്ലാണ് എന്ത്, നമ്മളുടെ 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല്. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് എന്താണ്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് വരുന്നത്, ദെൻ ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കി നിങ്ങൾ, ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽസ്. It can be introduced in either house of the parliament. It can be introduced in either house of the parliament. ഏത് ഹൗസിലും, രാജ്യസഭയിലും ലോകസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, it can be introduced by a minister only. ഒരു മിനിസ്റ്ററിന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, if it is duly passed by both the houses of the parliament, the president must give his assent to the bill. Which of the following statements are correct? ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ഇതില് നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷ്മികാന്തിലെ ടെക്സ്റ്റ് ബുക്കിൽ 9ാമത്തെ 10ാമത്തെയോ ചാപ്റ്റർ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിനെ കുറിച്ചിട്ട് പറയുന്നത്. അത് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിനുള്ള ആൻസർ കിട്ടും. ഫസ്റ്റ് പേജിൽ പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് either as a private member bill. എന്താണ് പ്രൈവറ്റ് മെമ്പർ ബില്ല്? അതായത് ഒരു മിനിസ്റ്ററിന് മാത്രമല്ല, നോൺ മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു അംഗത്തിനും, അത് ഭരിക്കുന്ന പാർട്ടിയിലെ അംഗത്തിനാകാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു അംഗത്തിനും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊരു മിനിസ്റ്ററിന് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബില്ലല്ല. ഓക്കെ, സോ അത് ആർക്ക് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുകയാണ്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യുന്ന ബില്ലുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലുകൾ എന്ന് പറയുന്നത്. അതിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകും. സ്പെഷ്യൽ മെജോറിറ്റിയിൽ സ്റ്റേറ്റുകളുടെ കൺസെന്റോട് കൂടിയിട്ട് പാസ്സാകും. ഫെഡറൽ നിയമങ്ങളെ ലംഘിക്കുന്ന ഏതെങ്കിലും തത്വങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രധാനമായിട്ട് നിങ്ങൾ അത് നോക്കുന്നത് ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് മിനിസ്റ്റേഴ്സിന് മാത്രമല്ല, എല്ലാ മെമ്പേഴ്സിനും, പാർലമെന്റിലെ ഹൈബീഡന് വേണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മോദിജിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അമിത്ഷായ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെയിം പവറിൽ തന്നെ നമ്മുടെ ഹൈബീഡനും ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമ്മളുടെ രാജ്യസഭയിലെ ജോൺ ബ്രിട്ടാസിനും. ദെൻ വേറൊരു പുള്ളിയും കൂടി ഉണ്ടല്ലോ, നമ്മളുടെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന, പേര് മറന്നുപോയി, അദ്ദേഹത്തിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ജോൺ ബ്രിട്ടാസിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇറ്റ്സ് എ മിനിസ്റ്റേഴ്സ് ഓൺലി ബില്ലല്ല. നമ്മളുടെ മണി ബില്ലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയല്ല, ആർക്ക് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏത് സഭയിലും, ഇരു സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗോട് കൂടിയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. ജോയിന്റ് സിറ്റിംഗ് എന്താണെന്ന് അറിയാത്തവര്, അതായത് നവംബർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്, അന്തയുടെ നവംബർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു സഭകളും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടും.
അതായത് രാജ്യസഭ വേറെയും ലോകസഭ വേറെയുമായിട്ടാണല്ലോ സാധാരണ കൂടുന്നത്. ഇത് മാറ്റിയിട്ട് ഒരു കൺസെൻസസ് എത്താത്ത സമയത്ത്, ഒരു സമവായത്തിൽ എത്താത്ത സമയങ്ങളിൽ ചില ബില്ലുകൾക്ക് വേണ്ടിയിട്ട് അവര് ജോയിന്റ് സിറ്റിംഗ് നടത്തും. അങ്ങനെ ഒരു ബില്ലുണ്ട്, ഡവറി പ്രൊഹിബിഷൻ ആക്ട് 1961. അങ്ങനെയാണ് നമ്മൾ പാസ്സാക്കിയെടുത്തത്. രാജ്യസഭയിലും ലോകസഭയിലും ഇരുപക്ഷങ്ങളും പാസ്സായില്ല. എന്നിട്ട് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ട് അങ്ങനെയാണ് ഡവറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയെടുത്തത്. ഓക്കെ, സോ ജോയിന്റ് സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന് കൂടാനായിട്ട് പറ്റുമോ? ഇല്ല. ജോയിന്റ് സിറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന് കൂടാൻ പറ്റില്ല. കാരണം എന്താ? സുപ്രധാനമായിട്ടുള്ളൊരു നിയമമാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റുന്ന ഒരു നിയമമാണ്. അത് ജോയിന്റ് സിറ്റിംഗ് കൂടിയിട്ട് മെജോറിറ്റി വരുന്ന ആളുകൾ തീർപ്പാക്കാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മളുടെ പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലില് തീർച്ചയായിട്ടും ഒപ്പുവെച്ചിരിക്കണം? വിച്ച് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തില് പോക്കറ്റ് വീറ്റോയോ, അബ്സല്യൂട്ട് വീറ്റോയോ, സസ്പെൻസീവ് വീറ്റോയോ നമ്മളുടെ പ്രസിഡന്റിന്റെ വീറ്റോ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്? ഓക്കെ, 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം. ഓക്കെ, 24 വരെ എങ്ങനെയായിരുന്നു? 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ചെയ്യുന്നത് വരെ വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് നമ്മുടെ പ്രസിഡന്റിന് പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൃത്യമായിട്ട് എഴുതി ചേർത്തു. എന്ത്? പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലുകളിൽ ഒപ്പുവെച്ചിരിക്കണം. കാരണം അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ബില്ലുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെന്റിന്റെ ആർട്ടിക്കിൾ ഏതാണ്, അല്ലെങ്കിൽ അമെന്റ്മെന്റ് ഏതാണ്? 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ എന്താ വിഷയം? ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? ഇന്നത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. സോ ബേസ് സ്റ്റാറ്റിക് ടോപ്പിക് നമ്മൾ ക്ലിയർ ആക്കി. ഇന്നത്തെ ആർട്ടിക്കിളിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നത്തെ ആർട്ടിക്കിള് ഈ അറസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 130th അമെന്റ്മെന്റ് ആക്ടിനെ, അമെന്റ്മെന്റ് ബില്ലിനെ, ആക്ട് അല്ല ബില്ലിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം പറയുന്നത്. അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറസ്റ്റ് എന്ന് പറയുന്നത് ഏജൻസികളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അറസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കുന്നതാണോ അറസ്റ്റ്? അല്ല. അറസ്റ്റ് എന്ന് പറയുന്നത് ഏജൻസികളുടെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. 2-3 കേസ് ലോസ് ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഡീനൻ വെസസ് ജയലളിത കേസ്, അതില് CRPCയുടെ സെക്ഷൻ 41 പ്രകാരമാണ് അറസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, CRPCയുടെ സെക്ഷൻ 41 പ്രകാരമാണ് അറസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മേ അറസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫീസേഴ്സ് മേ അറസ്റ്റ്, അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ആരെ? കൾപ്രിക്റ്റ് ആണ് അല്ലെങ്കിൽ അക്യൂസ്ഡ് ആണ് എന്ന് തോന്നുന്ന ആളെ. കൾപ്രിക്റ്റ് അല്ല, കൾപ്രിക്റ്റ് തീരുമാനിക്കുന്നത് കോടതിയാണ്. അക്യൂസ്ഡ് ആണ് എന്ന് തോന്നുന്ന ഒരാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാതിരിക്കാം. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓഫീസറുടെ എന്താണ്? ഡിസ്ക്രിഷണറി പവർ ആണ്. ഓക്കെ, സോ ഓഫീസേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ED എന്ന് പറയുന്ന ഓഫീസ് അല്ലെങ്കിൽ CBI എന്ന് പറയുന്ന ഓഫീസ്, അവരൊരു കേസ് അന്വേഷിച്ചിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? നമ്മളുടെ ഒഫൻസീവിന് അല്ലെങ്കിൽ ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. സോ ഡീനൻ വെസസ് ജയലളിത കേസിലും ജോഗീന്ദർ കുമാർ കേസിലും എന്താണ്? അർണേഷ് കുമാർ കേസിലും പറയുന്നത് ഡിസ്ക്രിഷൻ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കേസുകളിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ജോഗീന്ദർ കുമാർ കേസിൽ 1994 കോടതി പറഞ്ഞു, മക്കളെ ഇത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷേ എന്താണ്? അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഡിസ്ക്രിപ്ഷൻ വെറുതെ തോന്നിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പകരം നിങ്ങളുടെ എന്താണ്? ഡിസ്ക്രിപ്ഷൻ വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഇതെന്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കോടതിക്ക് മുന്നിൽ എന്താണ്? ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ തന്നെയാണെന്ന് ഈ 3 കേസിലും ആര് പറഞ്ഞു? നമ്മളുടെ സുപ്രീം കോടതിയും മദ്രാസ് ഹൈക്കോടതിയും പറഞ്ഞു. സോ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്
എന്താണ്, ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ട് 30 ദിവസം ഒരു മിനിസ്റ്ററിനെയോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിനെയോ എന്ത് ചെയ്തൂടെ, അറസ്റ്റ് ചെയ്തൂടെ. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത ഈ കേസിൽ ഉണ്ട് എന്നാണ് ഈ ആർട്ടിക്കിൾ എഴുതിയ ആള് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് തിങ് ബെയിലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്താണ്, ബെയിലിനെ കുറിച്ചിട്ടാണ്. ബെയിൽ ഈസ് എ റൈറ്റ്, അല്ലെങ്കിൽ ബെയിലാണ് പ്രധാനപ്പെട്ട കാരണം. കട്ടായി പോയോ? ബെയിലാണ് പ്രധാനപ്പെട്ട കാരണം. ദെൻ ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. എക്സെപ്ഷൻ കേസുകളിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, വിധി വരുന്നതിന് മുൻപ് നിങ്ങളെ ജയിലിലേക്ക് അടക്കുകയുള്ളൂ. ബെയിലാണ് അവർക്ക് കൊടുക്കേണ്ട നീതി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബെയിൽ കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോടതികളുടെ ഉത്തരവാദിത്തമാണ്. 3 കണ്ടീഷൻസ് വെച്ചിട്ടാണ് ബെയിൽ അനുവദിക്കണമോ വേണ്ടയോ എന്ന് കോടതികൾ നോക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷനുകൾ? ഒന്ന്, ഇവര് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധ്യത ഉള്ളവരാണോ എന്ന് നോക്കും. അതായത് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നാട് വിടുമോ, ഫിജിറ്റീവ് ആകുമോ എന്ന് നോക്കും. രണ്ടാമത്തെ കാര്യം നോക്കുന്നത് എന്താണ്, ഇവര് പ്രതിയെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ അവരെ പ്രഷറൈസ് ചെയ്യുമോ എന്ന് നോക്കും. ദെൻ തെളിവുകൾ നശിപ്പിക്കുമോ എന്ന് തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ബെയില് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബെയില് ഇന്ത്യൻ കോടതികളിൽ എന്താണ്, ബെയിലുകളല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നോർമലി എന്ത് കൊടുക്കും, റിമാൻഡിലേക്ക് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യവും എന്താണ്, നമ്മളുടെ ഈ ഒരു അമെൻമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സിന്റെ ഓട്ടോണമിയെ, മിനിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളെ തകർക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല, ഈ ബെയിലിന്റെ കാര്യം പറഞ്ഞു, നമ്മളുടെ അറസ്റ്റിന്റെ ഡിസ്ക്രിഷനെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ 2 കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനപ്പെട്ട് പറയുന്നത്. ദെൻ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. സോ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു പറഞ്ഞാല്, വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റുകളെ സ്വാധീനിക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇവിടെ കണ്ടായിരുന്നല്ലോ, നമ്മളുടെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്കാം കണ്ടായിരുന്നല്ലോ നിങ്ങൾ. എന്തായിരുന്നു? മദ്യ കുംഭകോണം അല്ലെങ്കിൽ ലിക്വർ സ്കാം ആയിരുന്നു ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 60 ദിവസത്തോളം 2 മാസത്തോളം ജയിലിൽ കിടക്കുകയുണ്ടായി. സോ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് പോകും. ചീഫ് മിനിസ്റ്റർഷിപ്പ് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകും. മിനിസ്റ്ററുടെ കേസുകളാണെങ്കിൽ നമ്മളുടെ ചീഫ് മിനിസ്റ്റർ നമ്മളുടെ ആരോട് പറയണം? നമ്മളുടെ ഗവർണറിനോടോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പ്രസിഡന്റിനോടോ ഇത് ഇൻഫോം ചെയ്യണം, ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ക്രിറ്റിസിസമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായാലോ എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല്, 130ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം, സമയം കളയാണ്ട്. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മളുടെ COP30 എവിടെ നടക്കുകയാണ്? ബ്രസീലിൽ നടക്കാനായിട്ട് പോവുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നവംബർ ആവുമ്പോഴേക്കും വരും ഞാൻ പറഞ്ഞു. ഇന്ന് ഒക്ടോബർ 30 ന്യൂസ് വന്നിരിക്കുകയാണ്. എന്താണ്? പാരീസ് എഗ്രിമെന്റിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് വന്നിരിക്കുന്നത്. പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോ പാരീസ് എഗ്രിമെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണോ? ഞാൻ ഹിസ്റ്ററി തുടങ്ങി പറഞ്ഞു തരണോ? വേണ്ട. നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ UNFCCCയുടെ 21ാമത്തെ സമ്മേളനം 2015 ഓരോ വർഷവും അവർ സമ്മേളനം കൂടും. 21ാമത്തെ സമ്മേളനം എവിടെ വെച്ച് നടന്നു? പാരീസിൽ വെച്ച് നടന്നു. അവരെന്ത് പറഞ്ഞു? പ്രധാനപ്പെട്ട പാരീസ് എഗ്രിമെന്റിന്റെ റിസൾട്ടുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ മേജർ ആയിട്ടുള്ള അജണ്ടകൾ എന്തായിരുന്നു? ഒന്ന്, ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ, നമ്മളുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ 1.5 ഡിഗ്രിയിൽ കൂടാൻ അനുവദിക്കാണ്ടിരിക്കും. 2 ഡിഗ്രിയിൽ ഒരിക്കലും കൂടില്ല. എന്നാൽ 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, 2 ഡിഗ്രിയിൽ കൂടാതിരിക്കാം എന്ന് പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഐലൻഡ് കൺട്രീസ് എല്ലാവരും കൂടി പറഞ്ഞു, ഇതെന്താണ് COP ഇങ്ങനെ കാണിക്കുന്നത്? ഞങ്ങളുടെ ഐലൻഡ് കൺട്രീസ് എല്ലാം 1.5 ഡിഗ്രിയിൽ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തട്ടിപ്പോകും. ഓക്കെ, ഫിജി, ദെൻ പല ഐലൻഡ് കൺട്രീസും ഇതിനെതിരെ പ്രക്ഷോഭം നടത്തി. അപ്പോ അവര് പറഞ്ഞു എന്ത്? ഞങ്ങൾ 2 ഡിഗ്രിയിൽ ഒരിക്കലും കൂടില്ല മക്കളെ. ദെൻ
1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യും. ദെൻ അടുത്ത മേജർ ഇംപ്ലിക്കേഷൻ എന്തായിരുന്നു? ടെമ്പറേച്ചർ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഡഡ് നാഷണൽ ഡിറ്റർമൈൻഡ് ടാർഗറ്റുകൾ, ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റുകൾ, ഓരോ കൺട്രീസും ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റുകൾ വെക്കണം. ഓക്കെ, അവർക്ക് എന്താണ് ക്ലൈമറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ ടാർഗറ്റുകൾ ഓരോ കൺട്രീസും എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. സോ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റ് അല്ലെങ്കിൽ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, ഇതായിരുന്നു രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള അവരുടെ റിസൾട്ട്. പാരീസ് എഗ്രിമെന്റിന്റെ എഫക്റ്റിൽ വന്നിരുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇങ്ങനെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് വെച്ച് കഴിഞ്ഞാൽ മാത്രം ശരിയാവോ? ഇല്ല. ഇവര് എത്രത്തോളം ഇത് അച്ചീവ് ചെയ്തു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുക്കും. എന്തെടുക്കും? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്. ഓക്കെ, ഓരോ കൺട്രീസും ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യും? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുക്കും. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുത്തിട്ട് അച്ചീവ് ചെയ്യാത്ത കൺട്രീസിന് എന്ത് ചെയ്യും? പെർട്ടിക്കുലർലി ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മളുടെ ഈ രാജ്യാന്തര ഫോറങ്ങളിൽ UNFCCയിലെല്ലാം വാർത്ത വരും, ഇന്റർനാഷണൽ മീഡിയാസിൽ വാർത്ത വരും, അയ്യേ ഇന്ത്യ അച്ചീവ് ചെയ്തില്ലേ, അല്ലെങ്കിൽ യൂറോപ്പ് അച്ചീവ് ചെയ്തില്ലേ, ജർമ്മനി അച്ചീവ് ചെയ്തില്ലേ എന്ന് വാർത്തകൾ വരും. അത് ഒരു രാജ്യത്തിന് ക്ഷീണമാണ്. സോ അവരെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എടുക്കുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രഖ്യാപിച്ചു, റാച്ചറ്റ് മെക്കാനിസം. എന്താണ് റാച്ചറ്റ് മെക്കാനിസം? റാച്ചറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 5 വർഷത്തേക്ക് നമ്മൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് പബ്ലിഷ് ചെയ്യുകയാണ്. 5 വർഷത്തേക്ക് നമ്മൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് പബ്ലിഷ് ചെയ്യുകയാണ്. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത NDCs നമ്മൾ പുറപ്പെടുവിക്കുമല്ലോ, നാഷണലി ഡിറ്റർമൈൻഡ് പ്ലാനുകൾ നമ്മൾ ഇടുമല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പഴയ പ്ലാനിനേക്കാളും, അതായത് 2020 മുതൽ 2025 വരെ നമ്മളൊരു പ്ലാൻ ഇട്ടു, എനിക്ക് ഇത്ര ശതമാനം ടാർഗറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര ശതമാനം കാർബൺ എമിഷൻ കുറയ്ക്കണം. ഒരു 40% കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ടുള്ള ടാർഗറ്റ് ആണ് നമ്മൾ ഇട്ടത്. ദെൻ 2025 മുതൽ 2030 വരെ വീണ്ടും നമ്മൾ പ്ലാൻ ഇട്ടു. അപ്പോ നമ്മൾ ഈ 40% നിന്ന് പുറകോട്ടേക്ക് പോകാനായിട്ട് പാടില്ല. അതിലും കൂടുതലുള്ള ഒരു വിഷനറി ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ ഇടുന്നത്. സോ ഓൺലി ഫോർവേഡ് ലുക്കിംഗ്, നമ്മൾ മുന്നേ ഇട്ട പ്ലാനിനേക്കാളും കുറഞ്ഞ പ്ലാനുകൾ ഇടാനായിട്ട് പാടില്ല. സോ അതിനെയാണ് റാച്ചറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് പഠിച്ചു, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് പഠിച്ചു, ദെൻ റാച്ചറ്റ് മെക്കാനിസംസ് പഠിച്ചു. ഇങ്ങനെ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. കഴിഞ്ഞോ? ഇല്ല. മറ്റൊരു കാര്യം കൂടിയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം? എന്താണ്? 1997 ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ കാർബൺ ട്രേഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓർക്കുന്നുണ്ടോ? ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം കാർബൺ ട്രേഡിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം? അതായത് ഒരു രാജ്യം കാർബൺ ട്രേഡിംഗ് പ്രകാരം അവർക്ക് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള കാർബൺ എമിഷനിലേക്കാൾ കൂടുതൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? മറ്റൊരു രാജ്യത്ത് പോയിട്ട്, സ്വന്തം രാജ്യത്തല്ല മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവരെന്ത് ചെയ്യണം? റിന്യൂവബിൾ എനർജിയിൽ അല്ലെങ്കിൽ റിന്യൂവബിൾ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ കൺട്രി ഇന്ത്യക്ക് 100 ടൺ കാർബണെ എമിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം, കാർബൺ ട്രേഡിംഗ് പ്രകാരം എന്റെ ക്യാപ്പ് 100 ടൺ കാർബൺ എമിഷൻ ആണ്. ഞാൻ 150 ടൺ കാർബൺ എമിറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റൊരു കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിലോ മ്യാൻമറിലോ പോയിട്ട് അവരുടെ കൺട്രിയിലെ റിന്യൂവബിൾ എനർജീസിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ആ കൺട്രിക്ക്, ഇന്ത്യ എന്ന കൺട്രിക്ക് ഒരു പണിഷ്മെന്റ് ആണ്. നിങ്ങൾ 50% കൂടുതൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ. ദെൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന കൺട്രിക്ക് അതൊരു ഇൻസെന്റീവ് ആണ്. അവരുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇൻസെന്റീവ്. സോ നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റും കിട്ടുന്നു, മറ്റൊരു കൺട്രിക്ക് ഒരു സപ്പോർട്ടും കിട്ടുന്നു. അതിനെയാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം 1997 കൺസെപ്റ്റ് ആണ്.
അതിനെ നമ്മൾ പാരീസ് എഗ്രിമെന്റ് വന്നപ്പോൾ ചേഞ്ച് ചെയ്തു. എന്താക്കി മാറ്റി? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞ് അതിനെ പേര് മാറ്റി. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പഴയ പ്രൊജക്ടിനെ ഒന്ന് പേര് മാറ്റുന്നത് പോലെ ഇവിടെയും ഒന്ന് പേര് മാറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം എന്നുള്ളതാക്കി. സോ ഇതാണ് മേജർലി നമ്മളുടെ പാരീസ് എഗ്രിമെന്റിൽ ഉണ്ടായിരുന്ന മേജർ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാരീസ് എഗ്രിമെന്റിൽ നടന്ന മറ്റൊരു ഇന്റർനാഷണൽ അലയൻസ് ഉണ്ട്. ഓക്കെ, മറ്റൊരു ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു ബെസ്റ്റ് ഇന്റർനാഷണൽ അലയൻസ് ഉണ്ട്. അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. പാരീസ് എഗ്രിമെന്റ് നടക്കുന്ന വഴിയിൽ, നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്ത്യ പോയത് ഒരു നോട്ടീസും കൊണ്ടാണ്. എന്തിന്റെ നോട്ടീസ് ആയിരുന്നു? നോട്ടീസ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു നോട്ടീസും കൊണ്ടാണ് ഇന്ത്യ പോയത്, ഇന്ത്യയുടെ പ്രതിനിധികൾ പോയത്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ചേരാനായിട്ടുള്ള ഒരു നോട്ടീസും കൊണ്ടാ പോയെ. എന്നിട്ട് ഓരോ രാജ്യത്തിന്റെ പ്രതിനിധികളും കണ്ടപ്പോ, മക്കളെ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം തുടങ്ങുന്നുണ്ട്. ആരാണെന്ന്? ട്രംപ് ആണെന്ന് പ്രസിഡന്റ് 2015 ട്രംപ് ആണെന്ന് തോന്നുന്നു. അപ്പോ അമേരിക്കയുടെ അടുത്തേക്ക് ചെന്നു. അമേരിക്കയുടെ അടുത്ത് നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്, പറ്റുവാണേ ചേരുക. ഓക്കെ, നമ്മളൊരു ഇന്റർ ഗവൺമെന്റലായിട്ട് സോളാറിന് വേണ്ടിയിട്ട് ഒരു പവറായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട്. മേജർ എല്ലാ രാജ്യങ്ങളെയും കണ്ട് നമ്മൾ ഈ നോട്ടീസ് കൊടുത്തു. ഫ്രാൻസ് ഇന്ത്യയോട് കൈകോർത്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിമിഷം ഇന്ത്യ ഫ്രാൻസ് റിലേഷനിൽ. നിയറസ്റ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി ടെക്നോളജി നമ്മൾ പറയുമ്പോൾ ഫ്രാൻസും ഇന്ത്യയും ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മാറി. ദെൻ അമേരിക്ക ഇതിനെ റാറ്റിഫൈ ചെയ്തു, അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്തു. ദെൻ ഇന്ത്യ സോളാർ അലയൻസിൽ ഒരു ഗ്ലോബൽ പവർ ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ഫേസ് ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇന്നത്തെ പത്രത്തിലും അതാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഒരു 10 വർഷം മുന്നേ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഫോസിൽ ഫ്യൂവൽസ് എനർജി ആയിരുന്നു, പെട്രോളും ഡീസലും ആയിരുന്നു നമ്മളുടെ നിരത്തുകളെ ഭരിച്ചുകൊണ്ടിരുന്നത്, നമ്മളുടെ ഹെവി ഡിസിഷൻസുകൾ എടുത്തുകൊണ്ടിരുന്നത്. ദെൻ എന്താണ്? റിന്യൂവബിൾ എനർജിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ എത്രത്തോളം മറന്നിട്ടുണ്ടോ? EV സ്കൂട്ടേഴ്സ് നമ്മൾ എത്രത്തോളം 10 വർഷം മുന്നേ കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വന്നത് ലോക നേതൃത്വങ്ങള്, മൾട്ടിലാറ്ററൽ സ്റ്റേറ്റുകൾ ഒരുമിച്ച് നിന്നപ്പോഴാണ്. ആ ഒത്തൊരുമയുടെ അഭിനന്ദനമാണ്, അല്ലെങ്കിൽ ആ ഒത്തൊരുമയെ എന്താണ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ UPSC പെർസ്പെക്റ്റീവിൽ എന്ത് പഠിക്കണം? പാരീസ് എഗ്രിമെന്റിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കണം. റാച്ചന്റ് മെക്കാനിസം, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്, നാഷണലി ഡിറ്റർമൈൻഡ് ടാർഗറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പാരീസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കണം. പുതിയ കുട്ടികളാണ്, പേടിക്കരുത്. നമ്മളുടെ ആനന്ദ IAS അക്കാഡമിയുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ പേടിക്കരുത്. മുന്നേ നമ്മൾ 1947 മുതലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട് കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷനിൽ. സമയമില്ലാത്തത് കൊണ്ടാണ്, പഴയുള്ളവർക്ക് ബോറടിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ, അത് പറയാതെ പോകുന്നേ. ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ എടുക്കും, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, സോ പാരീസ് എഗ്രിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. UNFCCC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, ക്ലൈമറ്റ് ചേഞ്ചിനെ ചെറുക്കാനായിട്ടുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഓരോ വർഷം കൂടുന്ന ഒരു മീറ്റിംഗ് പാരീസിൽ വെച്ച് കൂടി. അതിൽ അവർ ചില ഡിസിഷനുകൾ എടുത്തു. പഴയ ആളുകൾ ഇതൊന്ന് റിവൈസ് ചെയ്ത് പോവുക. സോ ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് സെക്കൻഡ് പാരാഗ്രാഫിൽ നമ്മൾ പോകുന്നത്. സോ ഇന്ത്യക്ക് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയിൽ ഒരു വേൾഡ് പവർ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രിലിംസ് ചോദ്യം ചോദിക്കട്ടെ, ബേസിക് ചോദ്യം ചോദിക്കട്ടെ. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഗുരുഗ്രാം അല്ലേ? ഗുരുഗ്രാമാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ദെൻ COP30 നടക്കുന്നത് നമ്മളുടെ ബേലത്തിലാണ്. COP30 നടക്കുന്നത്, അതൊന്ന് ഓർത്തിരിക്കുക. COP25 മുതൽ അങ്ങടേക്കുള്ളത് നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. PSC പരീക്ഷയ്ക്കും ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, 2022 നടക്കുന്നത് എവിടെയാണ്? 2022 നവംബറിൽ നടക്കുന്നത് ഷെറം ഇ ഷെയ്ഖിലാണ്. ഷെറം ഇ ഷെയ്ഖിൽ എന്താ ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം? നമ്മുടെ ഗാസ സബ്മിറ്റ് അല്ലെങ്കിൽ ഗാസ പീസ് ട്രീറ്റി ഒപ്പിട്ടത് ഷെറം ഇ ഷെയ്ഖിലാണ്. അന്ന് ഞാൻ ഷെറം ഇ ഷെയ്ഖിന്റെ ഒരു മാപ്പൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ത്യ നോർവേ റിലേഷൻസ്. ഹാപ്പി? ഇന്ത്യ നോർവേ റിലേഷൻസ് ഇന്റർനാഷണൽ റിലേഷനിലേക്ക് തിരിച്ചു വന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നോർവേയെ നമ്മൾ കണ്ടുപിടിക്കും. ലോക മാപ്പ് എടുക്കുക.
ലോക മാപ്പില് നോർവേ എവിടെയാണ്? ഇന്ത്യ ഇവിടെ കിടക്കുന്നു, നോർവേ മുകളിൽ കിടക്കുന്നു. നമ്മൾ ഈ നോർവേ റീജിയനുമായിട്ടുള്ള അടുത്തുള്ള റീജിയൻസിൽ നമ്മൾ എന്തെങ്കിലും മാപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? തലയിലേക്ക് ഏതെങ്കിലും മാപ്പ് ക്വസ്റ്റ്യൻസുകൾ പോകുന്നുണ്ടോ? പോകണം. ബാൾട്ടിക് സീയിലെ രാജ്യങ്ങളെ നമ്മൾ മൈൻഡ് മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർവേ ഒന്നും ഉണ്ടായിരുന്നില്ല, ബാൾട്ടിക് സീ അല്ല. ഓർക്കുന്നുണ്ടോ? അതിലേക്ക് വരാം. ഓക്കെ, സോ അതൊന്നും നമുക്ക് റിവൈസ് ചെയ്യണം. ബാൾട്ടിക് സീയിലെ രാജ്യങ്ങളെ നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. സോ നോർവേ എവിടെ കിടക്കുകയാണ്? വേൾഡ് മാപ്പിൽ നോർവേ എവിടെ കിടക്കുകയാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഇന്ത്യ, ഇവിടെയാണ് നോർവേ. സോ യൂറോപ്പിന്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ എന്ന് പറയുന്നത്. നോർവേനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നോക്കിയേ, ഇത് ഏഷ്യ, യൂറോപ്പ്, യൂറോപ്പിന്റെ അറ്റത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നോർവേ. നോർവേ അടക്കമുള്ള കൺട്രീസിനെ നമ്മൾ ഇപ്പോ ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന കൺട്രീസുകളിലാണ് നോർവേയും സ്വീഡനും ഫിൻലാൻഡ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈ കൺട്രീസിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ പല പേരും വിളിക്കും. ഓക്കെ, സ്കാൻഡിനേവിയൻ കൺട്രീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ നോഡ്, അല്ലെങ്കിൽ നോഡ് കൺട്രീസ് എന്ന് വിളിക്കും. അങ്ങനെ ഡിഫറെന്റ് പേരുകൾ ഇവരെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? പല പേരുകൾ. സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസ് ആണ്? ദെൻ നോഡിക് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസ് ആണ്? നോഡിക് പ്ലസ്, ഇങ്ങനെ ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്. ഓക്കെ, സോ നോഡിക് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസ് ആണ്? സോ ഇതിനെ നമുക്കൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് പോകാം. സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ പെനിൻസുലയിലുള്ള, അതായത് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സ്കാൻഡിനേവിയൻ പെനിൻസുലയിൽ കിടക്കുന്ന 3 കൺട്രീസിനെയാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണത്? നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. സോ ഈ 3 കൺട്രീസും അടങ്ങുന്ന ജോഗ്രഫിക്കൽ പൊസിഷനെയാണ് സ്കാൻഡിനേവിയൻ പെനിൻസുല എന്ന് പറയുന്നത്. നമ്മളുടെ റഷ്യയിൽ നിന്ന് ഇവിടെയുള്ള കടലിലേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രദേശത്തെ. സോ ഇവിടെയൊക്കെ മഞ്ഞാണ്, അതുകൊണ്ടാണ് കടൽ നമ്മൾ കാണാത്തത്. ഓക്കെ, സോ പെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാട്ടിനെയാണ് പെനിൻസുല എന്ന് പറയുന്നത്, അല്ലെ? സോ അതുപോലെ യൂറോപ്പിന്റെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന, ഇവിടെ മഞ്ഞായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, ആ കടലിലേക്ക് തള്ളി നിൽക്കുന്ന സ്കാൻഡിനേവിയൻ പെനിൻസുലയിൽ പെടുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാൻഡിനേവിയൻ കൺട്രീസ്. 3 എണ്ണം ഉണ്ട്. ഏതാണ്? നോർവേ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. ദെൻ ഈ സ്വീഡനും ഫിൻലാൻഡും നോർവേയൊക്കെ പണ്ട് വലിയ വലിയ രാജ്യങ്ങളായിരുന്നു. പല അടുത്തുള്ള സ്ഥലങ്ങളെയും ക്രോഡീകരിക്കും, അല്ലെങ്കിൽ കോളനൈസ് ചെയ്തും, അല്ലെങ്കിൽ അവരുടെ ആധിപത്യമുള്ള സ്ഥലങ്ങളായിരുന്നു. സോ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റിൽ നിന്നാണ് ഇവര് ഈ നോർഡിക് കൺട്രീസ് എന്നൊരു ആശയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഇവര് 3 പേരുമാണ് നമ്മളുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ്. പക്ഷേ നോർഡിക് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ രാജ്യങ്ങളാണ്. ഓക്കെ, അതില് പ്രധാനമായിട്ടും 2 രാജ്യങ്ങൾ കൂടിയിട്ട് ആഡ് ചെയ്തു പോകുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, താഴെ കിടക്കുന്ന, അതായത് സ്വീഡന്റെ നേരെ താഴെ കിടക്കുന്ന ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, ദെൻ മുകളിൽ കിടക്കുന്ന ഐസ്ലാൻഡ് എന്ന് പറയുന്ന കൺട്രി. ഏതാണ്? നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. ദെൻ താഴെ കിടക്കുന്ന എന്താണ്? ഡെൻമാർക്കും. മുകളിൽ കുറച്ച് മാറിയായിട്ട് കിടക്കുന്ന നമ്മളുടെ ഐസ്ലാൻഡ് എന്ന് പറയുന്ന കൺട്രിയും. ഓക്കെ, ഐസ്ലൻഡിന്റെ തൊട്ടിപ്പുറം ആരുണ്ട്? ഗ്രീൻലാൻഡ് ഉണ്ട്. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെൻമാർക്കിന്റെ ഒരു ഓട്ടോണമസ് റീജിയൻ ആണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. സോ ഈ കൺട്രീസ് എല്ലാം അടങ്ങുന്നതാണ് എന്ത്? നോർഡിക് കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോർഡിക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. നോർഡിക് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞു ഐലൻഡ് കൺട്രീസ് ഉണ്ട്. ആ ഐലൻഡ് കൺട്രീസിനെയും അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നോർഡിക് പ്ലസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. അപ്പൊ ജോഗ്രഫിക്കലി നമ്മൾ നോർവേനെയും സ്വീഡനെയും ഫിൻലാൻഡിനെയും ഐഡന്റിഫൈ ചെയ്തു. സ്കാൻഡിനേവിയൻ കൺട്രീസിനെ കണ്ടു. ദെൻ എന്താണ്? നോർഡിക് ഗ്രൂപ്പിങ്ങിനെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. ഇന്ത്യയും EFTA തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്. ആരപ്പായി EFTA? നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്.
UK ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ല, ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് താഴെയുള്ള. ഓക്കെ, സോ ഇവിടെ നമ്മൾ EFTA ആയിട്ട് എഗ്രിമെന്റ് വെച്ചിരിക്കുകയാണ്. ആരാണ് EFTA? യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അതെന്ത് അസോസിയേഷൻ ആണ്? ഫ്രീ ട്രേഡ് ചെയ്യാനായിട്ട് ഇവന്മാർക്ക് അസോസിയേഷൻ ഉണ്ടോ? അതായത് മാത്യു പോൾ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീ ട്രേഡ് ചെയ്യുന്ന യൂറോപ്പിലുള്ള കൺട്രീസിന്റെ അസോസിയേഷൻ. ഇതെങ്ങനെ ഫോം ചെയ്തു? അതായത് നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അസോസിയേഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ബോർഡേഴ്സ് ഇല്ല, ലാൻഡ് ബോർഡേഴ്സ് ഇല്ല. അതായത് ജർമ്മനിയിലുള്ള ഷെങ്കൻ വിസ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രാൻസിൽ പോകാം, അല്ലെങ്കിൽ അതിന്റെ യൂറോപ്യൻ യൂണിയനിലെ ഏത് കൺട്രീസിൽ വേണമെങ്കിൽ പോകാം. സോ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ UK അല്ലെങ്കിൽ ബ്രിട്ടൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനെയാണ് ബ്രെക്സിറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. 2013-14 കാലഘട്ടങ്ങളിലൊക്കെയാണ് ബ്രെക്സിറ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത കൺട്രീസിനെ മറ്റൊരു ഗ്രൂപ്പിങ്ങിലൂടെ അവര് അഡ്രസ് ചെയ്തു. അതിനെയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് പ്രധാനമായിട്ടും 4 കൺട്രീസ് ആണുള്ളത്. ഒന്ന് നമ്മളുടെ പ്രിയപ്പെട്ട നോർവേ, രണ്ടാമത് നമ്മളുടെ നോർഡിക് ഗ്രൂപ്പുകളിൽ പെടുന്ന ഐസ്ലൻഡ് എന്ന് പറയുന്ന കൺട്രി, മൂന്നാമത് ലിച്ചസ്റ്റൈൻ എന്ന് പറയുന്ന കൺട്രി. ലിച്ചസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജർമ്മനിയുടെ താഴെ ഫ്രാൻസിന്റെ അവിടേക്ക് കിടക്കുന്ന ഒരു പൊട്ടു പോലത്തെ കൺട്രിയാണ്. ഒരു ചെറിയ, അതായത് മാപ്പിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ചെറിയ രാജ്യമാണ്. ദെൻ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, ഇങ്ങനെ 4 രാജ്യങ്ങളാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. സോ ഇതൊരു യൂറോപ്യൻ യൂണിയന്റെ പുറത്തുള്ള ഒരു അസോസിയേഷൻ ആണ്. യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ സ്ഥലങ്ങളെല്ലാം പഠിച്ചല്ലോ. ഇനി ഒരു സ്ഥലത്തേക്ക് കൂടിയിട്ട് നമുക്ക് പോകണം. ഈ ഒരു മാപ്പ് ഓർക്കുന്നുണ്ടോ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ട്. നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്താണ്? ജർമ്മനിയിൽ നിന്ന് റഷ്യയിലേക്ക് വാതകങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വാതകങ്ങൾ കൊടുക്കുന്ന എന്താണ്? ക്രൂഡ് ഓയില്, എണ്ണ, ദെൻ നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനെ ഡിഫറെന്റ് വാതകങ്ങൾ കൊടുക്കുന്ന കടലിനുള്ളിൽ കൂടിയുള്ള ഒരു പൈപ്പ് ലൈൻ ആണ് നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കടലിടുക്കിലൂടെയാണ്, അല്ലെങ്കിൽ ഏത് കടലിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? ബാൾട്ടിക് സീനെ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ബാൾട്ടിക് സീന് ചുറ്റുമുള്ള കൺട്രീസിനെ നമ്മൾ മൈൻഡ് മാപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. എന്താണ്? ഇന്ന് പഠിച്ച നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ദെൻ ഗ്രീൻലൻഡിനെയും വെച്ചുകൊണ്ട്, ഗ്രീൻലൻഡ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആരാണ്? ആർട്ടിക് സർക്കിൾ കൂടിയാണ് ഉള്ളത്. പിന്നെ വേറെ മുകളിൽ കൺട്രീസ് ഒന്നുമില്ല. സോ നമ്മൾ യൂറോപ്പിന്റെ ഈസ്റ്റേൺ സൈഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ അതിന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എങ്ങനെയാണ് നോർഡ് സ്ട്രീം പൈപ്പ് ലൈനെ ഞാൻ ഓർക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞത്? റഷ്യ മുകളിലുണ്ട്. റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ, അതായത് USSRൽ നിന്ന് പിരിഞ്ഞു പോയ എസ്റ്റോണിയ എന്ന് പറയുന്ന കൺട്രി അതിന്റെ താഴെയുണ്ട്. ഓക്കെ, സോ മാപ്പ് നിങ്ങൾ മനസ്സിലേക്ക് മാക്കുക. നിങ്ങളുടെ മനസ്സിൽ മാപ്പ് തന്നെ. ഓക്കെ, ബി വിത്ത് മീ. സോ റഷ്യ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്കാണ് നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ പോകുന്നത്. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക്. ഓക്കെ, സോ റഷ്യ മുകളിലുണ്ട്. ദെൻ റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു കൺട്രി ഉണ്ട്. USSRൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു കൺട്രി ഉണ്ട്. ഏതാണ്? എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു കൺട്രി. ഏതാണ്? സോ റഷ്യയുടെ താരെ എസ്റ്റോണിയ. ബാൾട്ടിക് സീന് ചുറ്റുമുള്ള കൺട്രീസിനെ പറയുകയാണെ റഷ്യ, എസ്റ്റോണിയ. ദെൻ ഞാൻ പറഞ്ഞു ഒരു ചേച്ചിയും അനിയത്തിയും ഉണ്ടായിരുന്നു. ലാത്വിയ ആൻഡ് ലിത്വാനിയ. ഏതാണ്? ലാത്വിയ ആൻഡ് ലിത്വാനിയ. ദെൻ അതിന് താഴെ ആരുണ്ട്? അതിന് താഴെ റഷ്യയുടെ ഒരു കുഞ്ഞൻ ഏരിയ ഉണ്ട്. റഷ്യയുടെ തന്നെ ഒരു കുഞ്ഞൻ ഏരിയ ഉണ്ട്. ഓക്കെ, ദെൻ അതിന് താഴെ ആരുണ്ട്? അതിന് താഴെ പോളണ്ട് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. ഓക്കെ, സോ ഒരു സർക്കിൾ നിങ്ങൾ ഓർക്കുക. റഷ്യ, എസ്ത്വാനിയ, ദെൻ ലാത്വിയ എന്ന് പറയുന്ന കൺട്രി ഉണ്ട്, ലിത്വാനിയ എന്ന് പറയുന്ന കൺട്രി ഉണ്ട്, ദെൻ റഷ്യയുടെ ചെറിയ സ്ഥലമുണ്ട്, പോളണ്ട് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. പോളണ്ടിന്റെ ഇപ്പുറത്ത് ആരാണ്? പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. പോളണ്ടിന്റെ തൊട്ടിപ്പുറം ജർമ്മനി. ആരാണ്? ജർമ്മനി. ജർമ്മനിയുടെ മുകളിലായിട്ട് സ്വീഡന്റെ താഴെയായിട്ട് ആരുണ്ട്? ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്.
ഓക്കെ, സോ ജർമ്മനിയുടെ താഴെ ജർമ്മനിയുടെ മുകളിൽ സ്വീഡന്റെ താഴെയായിട്ട് ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. സോ ജർമ്മനി ഡെൻമാർക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് കണക്ഷൻ പോയത്. ഇവിടെ മാപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, എന്റെ ഒരു മൈൻഡ് മാപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് മാപ്പ് നോക്കി. റഷ്യ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്ന് പറയുന്ന ചേച്ചിയും അനിയത്തിയും, ദെൻ പോളണ്ട് എന്ന് പറയുന്ന കൺട്രി, ദെൻ ജർമ്മനി എന്ന് പറയുന്ന കൺട്രി, ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രി. ദെൻ ഇന്ന് നമ്മൾ പഠിച്ച നമ്മളെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഇപ്പുറം ഉണ്ട്. ഫിൻലാൻഡ് ഇവിടെയുണ്ട്, സ്വീഡൻ ഇവിടെയുണ്ട്, നോർവേയുടെ ഇവിടെയുണ്ട്. ദെൻ ഈ ഒരു കൺട്രി, ഇവിടെ ലാൻഡ് ഫോൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെയുള്ള കൺട്രീസിനെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓർക്കട്ടെ, നോക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ന്യൂസ് അനാലിസിസ് പഠിച്ചിട്ട് കൺട്രിയെ പിടികിട്ടിയൊന്ന് നോക്കട്ടെ. ഇറ്റ്സ് യുക്രൈൻ. ഏതാണ്? യുക്രൈൻ. നമ്മൾ എന്ത് വാർത്ത വന്നപ്പോഴാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനെ കുറിച്ചിട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് യുക്രൈനിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് ബോട്ട് കയറിയിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ബോട്ട് കയറാൻ പറ്റില്ല, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നുഴഞ്ഞു കയറിയിട്ട് ബാൾട്ടിക് സീയിൽ പോയിട്ട് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനെ ബോംബിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. സോ ഇത് ഇവന്മാരുടെ ഹോബിയാണ്. അതായത് യുക്രൈനിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ബാൾട്ടിക് സീയിലേക്ക് എത്തിയിട്ട് കപ്പൽ വഞ്ചിക്ക് പോയിട്ട് ഇവന്മാര് ഇതുമ്മ ബോംബ് കിട്ടിയിട്ട് അങ്ങോട്ട് പൊട്ടിക്കും, പടക്കം വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കും ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനെ. സോ റഷ്യയുടെ എണ്ണയെ നിർത്തുക എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാന പണി. സോ അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനെ കുറിച്ചിട്ട് നമ്മൾ വാർത്ത വന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടോ? സോ ഈ കൺട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഏതാണ്? നമ്മളുടെ യുക്രൈൻ എന്ന് പറയുന്ന നമ്മളുടെ യുദ്ധം നടക്കുന്ന കൺട്രിയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇവിടെ എന്താ വിഷയം? ഇനി നമ്മളുടെ മാപ്പ് ക്ലിയർ ആയല്ലോ. ഈ ഒരു പ്രദേശം മൊത്തം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇനി എന്താ വിഷയം വരുന്നേ? ഇന്ത്യയും നോർവേയും തമ്മിൽ എന്താ പ്രശ്നം? ഇന്ത്യയും നോർവേയും തമ്മിൽ മാരിടൈം എഗ്രിമെന്റുകൾ പലപ്പോഴായിട്ടുണ്ട്. ഇന്ത്യക്കും പ്രധാനപ്പെട്ട ഒരു മാരിടൈം ഏരിയ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഉണ്ട്. നോർവേയും നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ മുഖത്താണ് നമ്മുടെ നോർവേയും നിൽക്കുന്നത്. സോ ഇവർക്കും ഒരു മാരിടൈം സപ്പോർട്ടുകൾ ഉണ്ട്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ആര് നടത്തുന്നുണ്ട്? ഇന്ത്യയും നോർവേയും നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? നോർവേയുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി. പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. സോ നോർവേ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അവര് ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷന്റെ ഭാഗമായിട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ പാടെ മാറ്റുന്നുണ്ട്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫോസിൽ ഫ്യൂവലുകളുടെ അളവ് 50% താഴെയാക്കും എന്നിവർ പറയുകയാണ്. സോ പല ഷിപ്പുകളും പൊളിക്കേണ്ടി വരും. ഷിപ്പുകൾ പൊളിക്കുന്നത് എവിടെയാണ്? അവരുടെ രാജ്യത്തിട്ട് പൊളിക്കുമോ? ഇല്ല. ലോകത്തെ ഷിപ്പുകൾ പൊളിക്കുന്ന ഒരു വലിയ ഷിപ്പ് സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. ഗുജറാത്തിലെ അലാങ് തീരത്താണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ ഈ സ്ക്രാപ്പിങ്ങിന് മുൻനിർത്തം നൽകും. ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള കമ്പനികൾ എന്ത് ചെയ്യും? ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, നോളജ് ട്രാൻസ്ഫറുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നോർവേയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർവേയുടെ ഗ്രീൻ ഈ ഷിപ്പിംഗ് ഇന്നോവേഷൻ, അതായത് 50% ഫോസിൽ ഫ്യൂവലുകൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റുകയാണ്. 2003 ലെവലിലേക്കുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പോവുകയാണ്. 2005 ലെവലിലേക്കുള്ള രീതിയിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മളുടെ നോർവേ പോവുകയാണ്. സോ ഓൾട്ടർനേറ്റീവ് ഫ്യൂവലുകളുടെ ഒരു സാധ്യത ഇപ്പോ ഗ്രീൻ ഹൈഡ്രജൻ, അമോണിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള സാധ്യതകൾ നമ്മൾ തേടുന്നുണ്ട്. സോ ഇന്ത്യക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ സീറോ എമിഷൻ വെസലിലേക്ക്. സോ മാരിടൈം എഗ്രിമെന്റിൽ ഇന്ത്യയും നോർവേയുമായിട്ടുള്ള വലിയൊരു കണക്ഷൻ ഭാവിയിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിൽ, ദെൻ ഇന്നോവേഷൻ ട്രാൻസ്ഫറിൽ, ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫറുകളിലുള്ള ഒരു കണക്ഷൻ, ഒരു റിലേഷൻ രൂപപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അത് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചെല്ലാം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് മനസ്സിലാക്കി നിൽക്കുക. സോ ടൈം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. സോ ഞാൻ നമ്മളുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ 2 ഡിസ്കഷനുകൾ ഉണ്ട്. എന്തായിരുന്നു? ചൈനയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ കൂടിയുണ്ട്. സോ ആ ഒരു ഡിസ്കഷൻ നിങ്ങൾ പേഴ്സണലി ഒന്ന് എടുത്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തായിരുന്നു? ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാർട്ടർ 2 എന്ത് വന്നിട്ടുണ്ട്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ആയിരുന്നു. എല്ലാ മാസങ്ങളിലും വാർത്തയിൽ വരുന്ന ഒരു ഡിസ്കഷൻ മാത്രമാണ്. സോ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എന്നാൽ ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ, സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ, പാരീസ് എഗ്രിമെന്റിനെ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ
130th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിനെ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ എന്താണ്, നമ്മൾ നോർവേയുടെ ഒരു പൊസിഷൻ ഒന്ന് കണ്ടുവച്ചേക്കുക. നമ്മളുടെ എന്താണ് മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാപ്പിങ്ങിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. സോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.